വക ഒരു ഹാപ്പി ഓണം. ഇന്ന് ഓണം തിരുവോണാണ്. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച, പ്രത്യേകിച്ച് ഇന്നിവിടെ എല്ലാവർക്കും പബ്ലിക് ഹോളിഡേ ആയ കാരണം എല്ലാവർക്കും ഒരുമിച്ച് ഓണം ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിരിക്കുകയാണ്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ തിരുവോണം നമ്മൾ ആഘോഷിക്കുന്നത് എൻ്റെ സ്വന്തം ചേച്ചി വീട്ടിലാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഓണം വിശേഷം വീഡിയോയിൽ കാണാം. ഇനി നമുക്ക് കുറച്ച് പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് പോവാം. സദ്യ ഉണ്ടാക്കലാണ് മെയിൻ. എന്തേലും വിശേഷ ദിവസങ്ങളിൽ വന്നാൽ സദ്യ ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിമിഷ്ടമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ടാസ്ക്കാണ് മോനെ വെച്ചിട്ട്. പക്ഷേ അത് ചെയ്തില്ല വെച്ചാൽ എനിക്ക് എന്തോ ഒരു വലിയ കാര്യം മിസ് ചെയ്ത പോലെ തോന്നും. എന്തായാലും കുറച്ച് ടൈമൊക്കെ എടുത്തു വെച്ചാലും ആ ടാസ്ക് അങ്ങനെ ഫിനിഷ് ചെയ്തു. ഈ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഒരു സദ്യ കഴിച്ച ഫീലാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ മണമൊക്കെ അടിച്ചിട്ട് പിന്നെ സദ്യ ഒന്നും കഴിക്കാൻ തോന്നില്ല. എൻ്റെ മാത്രം തോന്നലാണോന്ന് അറിയില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോ? പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ ആഹാരം വിശേഷ ദിവസങ്ങളായിട്ട് മറ്റുള്ളവർ കഴിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് കഴിക്കുമ്പോൾ അതൊരു സുഖമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തവണത്തെ പ്രധാന സദ്യവിശേഷങ്ങൾ. അടുത്ത പ്രധാന ടാസ്ക് ആയിരുന്നു പൂക്കളിടൽ. പുലർച്ചെ തന്നെ കുറച്ച് ടൈം എടുത്ത് സിമ്പിളായിട്ട് അതും തീർത്തു. തിരുവോണത്തിൻ്റെ ആഘോഷം ചേച്ചിയുടെ വീട്ടിലാണല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു മേക്ക് ഓവർ പ്രഹസനാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാരിയൊക്കെ എടുത്തിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥയിൽ ഭയങ്കര ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വേഷവിധാനം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം കൂടി കഴിഞ്ഞു വന്നപ്പോൾ അത്യാവശ്യം ഒരു ഓണം ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ തിരുവോണ ആഘോഷത്തിന് ഞങ്ങൾ റെഡിയാണ്. ഇവനെ വീഡിയോയിലോ ഫോട്ടോയിലോ ഒക്കെ പെടുത്താൻ നല്ല പണിയാണ് കേട്ടോ. അതിൻ്റെ ഒരു പെടാപ്പാടാണ് ഈ കാണുന്നത്. എൻ്റെ പൂക്കളത്തിൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടമാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. രുദ്ര അതിലൊന്ന് പോയി കൈ കടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാണ് അച്ഛനും മോനും കൂടിയിട്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു കുറച്ച് പ്രധാനപ്പെട്ട പിന്നാമ്പുറ കാഴ്ചകൾ. ദേ നമ്മളിപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്നറിയോ? ഇനി ക്രിസ്മസ് ആവണ വരെ ഈ ഓണാഘോഷ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓണാഘോഷവും സദ്യയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പരിപാടികൾ കാണാം. ഓണമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ഓണപ്പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് വന്നപ്പോഴേക്കും നമ്മളിതാ ചേച്ചിയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും അതിൻ്റേതായ രീതിയിലുള്ള ഒരുക്കങ്ങളും പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ എൻ്റെ ചേച്ചി ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ചേച്ചിയുടെ ഓണപ്പൂക്കളാണ് കേട്ടോ കാണുന്നത്. ഇത്തവണ ചേച്ചി ചെറിയൊരു ഓണപ്പൂക്കളം സൈഡിലേക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും രുദ്രയൊക്കെ ഉള്ളതല്ലേ, അവനൊക്കെ നന്നായിട്ട് ഓടി കളിക്കും, അല്ലെങ്കിൽ പൂക്കളൊക്കെ മാന്തെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ എത്തിയതും അവൻ ഏട്ടൻ്റെ കൂടെ ബിസിയായി. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് അവൻ എന്നെ അറിയുക പോലും ഉണ്ടാവില്ല കേട്ടോ. നമുക്കിനി കുറച്ച് സദ്യ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി 2 കൂട്ടം പായസമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സദ്യ കഴിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. എന്തായാലും നമുക്ക് ആ പരിപാടിയിലേക്ക് മെല്ലെ കിടക്കാം. അങ്ങനെ നല്ല വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യ കഴിച്ചു. സദ്യയുടെ ഈ തുടക്കത്തിലുള്ള വീഡിയോ ക്ലിപ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ സദ്യ കഴിക്കാനിരുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനും വിട്ടുപോയി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ചെറിയ തിരുവോണാഘോഷം. നിങ്ങളും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഓണം നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. നാളത്തെ ചെറിയൊരു ആഘോഷം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അവിടെ കാണാം. ബൈ.